അച്ഛാ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലെന്ന് അച്ഛന് ബോധ്യമാവും. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നടന്ന കാര്യം ഒരു നിസ്സാര കാര്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നത് അല്ലേ? പക്ഷേ അവിടെ മുതൽ ഇവിടം വരെ ഞാൻ പറയുന്നത് അത് ഇവന്റെ തനി സ്വഭാവം. മതി. അങ്ങനെ ഒരു തെറ്റ് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മാന്യതയുടെ പേരിൽ നിന്നോട് മാപ്പും പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞാൽ തെറ്റല്ലാതാവോ? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കർണക്കുറ്റി നോക്കി 2 എണ്ണം തന്നിട്ട് സോറി പറഞ്ഞാ മതിയോ? ഈ നിൽക്കുന്ന ആളുകളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ഇവന്റെ ഒരു മാപ്പ് പറഞ്ഞത് കൊണ്ട് സാധിക്കും. പക്ഷെ ഈ സൂര്യയുടെ മുമ്പിൽ ആ നമ്പർ ഒന്നും നടക്കത്തില്ല. സൂര്യ, ഞാൻ ആരെയും വിഡ്ഢിയാക്കാൻ വേണ്ടിയല്ല മാപ്പ് പറഞ്ഞത്. എന്റെ മനസ്സിൽ തോന്നിയിട്ട് തന്നെയാ. സൂര്യക്ക് എന്നെ കുറിച്ചുള്ള തോന്നലുകൾ സൂര്യ തിരുത്തുന്നവരെ ഞാൻ കാത്തിരിക്കും. ഇപ്പൊ പോലും എനിക്ക് തന്നോട് യാതൊരു വിരോധവുമില്ല, ഒരു വെറുപ്പുമില്ല. അയ്യോ, എന്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാ? എടാ, ഒരു തരി പോലും നീ വിട്ടു തരില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത്രയ്ക്ക് ക്രിമിനൽ മൈൻഡ് ഉള്ളവനാടാ നീ. സൂര്യ സർ എന്തായി കാണിക്കുന്നേ? നന്ദിനി, ഇനി സൂര്യ സാർ എന്ന വിളിയില്ലാന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ. പിന്നെ എന്തിനാ താൻ അങ്ങനെ വിളിക്കുന്നത്? Call me ഏട്ടൻ. ഇവിടെ നിൽക്കുന്നവരെല്ലാം കേൾക്കാനേ ഏട്ടാന്ന് വിളിക്കാനാ ഞാൻ പറഞ്ഞത്, മനസ്സിലായ? ഏട്ടൻ വിളിച്ചേ. പത്മ, വാട്ട് ഈസ് ദിസ്? ഇതൊക്കെ കാണാൻ വേണ്ടിയാണോ താൻ ഞങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ആണോ? അയ്യോ അങ്കിളെ, നോക്ക, കാലങ്ങള് കുറേയായിട്ട് നാട്ടിൻപുറത്ത് കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലല്ലോ അങ്കിള്. അതെ, കണ്ണ് തുറന്നു വെച്ചത് കാണ്. എല്ലാത്തിനും ഈ രഞ്ജിത്തിനെ പറഞ്ഞാ മതി. നമ്മൾ ഇത്രയും പേരുണ്ടായിട്ടും സൂര്യയുടെ സെലക്ഷന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തു. കറക്റ്റ്. സൂര്യയുടെ സെലക്ഷനാണ് ഡേ അവിടെ കൂടെ നിൽക്കുന്നവള്. നന്ദിനി, ഒന്നിനും കൊള്ളാത്ത തൊഴുത്തടിച്ച് വരാൻ കഴിവുള്ള ഒരുത്തി. എന്താ അമ്മ മഹാറാണി ഇപ്പൊ പറഞ്ഞേ? അല്ല, നിങ്ങൾക്ക് ആർക്കും ഈ ടെക്സ്റ്റൈൽസ് ഇത് മര്യാദയ്ക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമില്ല അല്ലേ? ഞാൻ എന്താ ചെയ്യാ? ഓ നന്ദിനി, ഞാൻ തന്നോട് പറഞ്ഞു, എന്നെ താൻ വിളിക്കേണ്ടത് സൂര്യ സാറെന്നല്ല ഏട്ടാന്നാണെന്ന്. ഏട്ടനെന്ന് താൻ എന്നെ വിളിച്ചിട്ട് താൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ അനുസരിക്കില്ല. ദേ ഇവിടെ മൊത്തം ഞാൻ അലമ്പൊക്കെ കുളവാക്കും. വിളിക്കേട്ടാ, വിളിക്ക, കമോൺ, വിളി, കമോൺ, വിളി, കേക്കട്ടെ, വിളി, ഏട്ടാന്ന് വിളി, ഏട്ടാ വിളിക്ക, ഏട്ടാന്ന് വിളി, പോരട്ടെ, കമോൺ, വിളിക്കാനല്ലേ പറഞ്ഞേ? വെരി ഗുഡ്. ഏട്ടാന്ന് വിളിച്ചത്. അപ്പൊ പിന്നെ നന്ദിനി, നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? ഞാൻ എന്റെ ഭാര്യക്ക് കുറച്ച് മോഡേൺ ഡ്രസ്സസ് സെലക്ട് ചെയ്യാൻ പോവാ. എങ്ങനെ മോഡേൺ ഡ്രസ്? ഇതാ, എടാ, ഇതൊക്കെ താനെന്തിനാണോ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിവിടെ ആവശ്യമുള്ളവർ കൊണ്ടുവരട്ടെ, കേട്ടാ? കണ്ടാ? കമോൺ നന്ദിനി, കമോൺ, നമുക്ക് താനിക്കുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാം. വാ. എടോ, ഈ കാണുന്ന മുഴുവൻ ഡ്രാമയാ. ഇവനെ പോലൊരുത്തൻ നടത്തുന്ന വെറും ഡ്രാമ. അതെ, ഈ വിഡ്ഢികൾ മുഴുവൻ അത് നോക്കി കണ്ടു നിന്നോട്ടെ. നമുക്കേ വേറെ ജോലിയുണ്ട്. വാ, കമോൺ. ഒന്ന് മാറിയേ, ഒരു മിനിറ്റ്. രഞ്ജിത്തെ,
ഏ? ദാ, നീ നിനക്ക് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം ഞാൻ നിനക്ക് ചുറ്റി തന്നതുപോലെ ഉള്ളതായിരിക്കണം കേട്ടല്ലോ, കാരണം നീ ആണല്ല.